VM സാദിഖലിയാണ്. സൈലൻറ്റ് വാലി ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം രാത്രി ഏറെ വൈകിട്ടാണ് വീട്ടിലെത്തുന്നത്. ക്യാമറയും മറ്റ് എക്യുപ്മെൻറ്റ്സ് എല്ലാം വീട്ടിലേക്ക് ഇറക്കി വെച്ച് കിടക്കാൻ നിൽക്കുന്ന സമയത്താണ് തട്ടുംപുറത്തുനിന്ന് ഈ ശബ്ദം കേൾക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ്, ഒന്നെങ്കിലും മരപ്പട്ടിയോ വെരുകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഞാനൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. നല്ല ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങി. മരപ്പട്ടികൾ സാധാരണഗതിയിൽ രാത്രി സഞ്ചാരികളാണ്. പകൽ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. നമ്മളെ കൂട്ടത്തിലൊക്കെ അങ്ങനെ പകൽ ഉറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പിറ്റേ ദിവസം രാത്രി ഞാൻ എന്ത് ചെയ്തെന്നറിയോ, കോണിയൊക്കെ വെച്ചിട്ട് തട്ടുംപുറത്ത് കയറി. അപ്പോഴാണ് ഒരമ്മയും 3 മക്കളും ഉണ്ട്. അവരിങ്ങനെ കിടക്കുക. ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഞാൻ എൻ്റെ ക്യാമറ ഒക്കെ എടുത്ത് അതിൻ്റെ വീഡിയോഗ്രാഫ്സും ഫോട്ടോഗ്രാഫ്സും ഒക്കെ ചെയ്തു. സാധാരണ റോട്ടിലൂടെയൊക്കെ ഞാൻ പോകുന്ന സമയത്ത് പലപ്പോഴും എൻ്റെ വാഹനത്തിന് കുറുകെ ഇവർ ഓടി പോകാറുണ്ട്. ഇതുവരെ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ എന്നെ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നതായിരിക്കും. നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് എന്നുള്ള കാര്യം മരപ്പട്ടിക്ക് അറിയുന്നുണ്ടായിരിക്കും. അത് സേഫായിട്ടുള്ളൊരു ഇടം എൻ്റെ വീട് തന്നെയാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ നിന്നത്. ഇങ്ങനെ വന്യജീവികൾ നമ്മളെ വീട്ടിലോ പരിസരത്തൊക്കെ കാണപ്പെടുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേക ഒരു വിഭാഗമുണ്ട്. RRT എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഇവരെ നമ്പർ ഉണ്ടായിരിക്കും. അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ RRT ടീം ഇവരെ കൊണ്ടുപോവുകയും സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് കാട്ടിൽ അവരെ തുറന്നിടുകയാണ് ചെയ്യാറുള്ളത്. ഏഷ്യൻ പാം സിവറ്റ്, കോമൺ പാം സിവറ്റ് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. തട്ടുംപുറങ്ങളുള്ള പല ആളുകളുടെയും വീട്ടിൽ ഇതിനെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തട്ടുംപുറമാണ് ഇവരുടെ പ്രധാന ഇടം എന്ന് പറയുന്നത്. ഇവർ ആഹാരം ശേഖരിക്കുന്നത് രാത്രി തന്നെയാണ്. ചെറിയ പക്ഷികൾ, മൃഗങ്ങൾ, പഴങ്ങൾ, ചെറിയ കായ്കൾ പ്രധാന ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ തട്ടുംപുറങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തട്ടുംപുറത്ത് ഇതുപോലെ മരപ്പട്ടികളുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി നോക്കണേ.